ക്ലാസ് എടുക്കുമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എനിക്ക് മൂന്നാമത്തെ എൻ്റെ ക്ലാസ് അല്ലേ? അപ്പം പുതിയ രീതിയിൽ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല. ഫുഡ് സേഫ്റ്റി നിങ്ങൾ എപ്പോഴും കേൾക്കുകയും വായിക്കുകയും അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പം ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായിട്ട് എത്തിച്ചേരാം. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നമ്മൾ പഠിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോഴേക്കും എന്ത് പറ്റും, കുറേ അവിടുന്ന് പഠിക്കും ഇവിടുന്ന് പഠിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അവബോധം അല്ലെങ്കിൽ നമ്മുടെ അറിവ് എന്നുള്ളത്. പക്ഷെ അതിനെ നമുക്കൊന്ന് അടുക്കി അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ച് നമ്മൾ ആ ഒരു ഫുഡ് സേഫ്റ്റി എന്നുള്ള ആ കാര്യത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഭക്ഷ്യസുരക്ഷ നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിരന്തരമായി പരിശോധിക്കുന്നതിലൂടെയും നിങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ നോട്ടീസുകൾ കൈപ്പറ്റുമ്പോഴും ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോഴെല്ലാം എൻ്റെ അത് വെറുതെ ആയി പോകാതെ ഉപകാരപ്രദമായിട്ട് ഇരിക്കുന്നില്ലേ. ഞാനും നിങ്ങളും അഹോരാത്രം പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഹോട്ടൽ മേഖല ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയാണ് അല്ലേ? നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ആ ക്വാളിറ്റി ഭക്ഷ്യസുരക്ഷയിലൂടെ ആ ക്വാളിറ്റി ലഭ്യമായി തീരാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥര് ഞാൻ എന്നെ പോലെ തന്നെ മറ്റെല്ലാവരും തന്നെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പം ഭക്ഷ്യസുരക്ഷ നമ്മൾ സയന്റിഫിക് മെത്തേഡിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു ഡിക്ലറേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. ആ ഡിക്ലറേഷന്റെ പേരാണ് ഡിക്ലറേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ്. അതായത് എൻ്റെ സ്ഥാപനത്തിൽ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഞാൻ കൊണ്ടുവന്നാണ് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പം പക്ഷെ പലർക്കും അറിയില്ല എന്താണ് ഈ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പം ഈ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷനിലൂടെ മാത്രമേ നമുക്കതിനെ അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് വളരെ ശുചിത്വപൂർണമായിട്ടുള്ള ഒരു ഭക്ഷണം നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താവിന്റെ കൈകളിലേക്ക് നമുക്ക് എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പം ഒന്നാമതായിട്ട് എല്ലാവരും ലൈസൻസ് രജിസ്ട്രേഷനും സമ്പാദിച്ചിരിക്കണം. 12 ലക്ഷത്തിന് താഴെ വിറ്റ് വരവുള്ള ഏതൊരു സ്ഥാപനവും നമ്മുടെ രജിസ്ട്രേഷൻ പരിധിയിലും 12 ലക്ഷം മുതൽ 20 കോടി വരെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ലൈസൻസിങ് ഫുഡ് സേഫ്റ്റി ലൈസൻസിങ് കാറ്റഗറിയിലും അതുപോലെ തന്നെ 3 സ്റ്റാറിന് മുകളിലുള്ള 3 സ്റ്റാർ ടു 7 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളും അതുപോലെ 20 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഹോട്ടലുകളും എല്ലാം തന്നെയും അത് സെൻട്രൽ ലൈസൻസിന്റെ പരിധിയിലേക്ക് വരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മൾ എവിടെ എക്സിബിറ്റ് ചെയ്യണം അറിയാവോ നിങ്ങൾക്ക്? പലപ്പോഴും പല ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും വരുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നതാണ് നിങ്ങളുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് രജിസ്ട്രേഷൻ കാണുന്നില്ലല്ലോ എന്നുള്ളത്. എവിടെ നമ്മൾ അത് എക്സിബിറ്റ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി എക്സിബിറ്റഡ് ഇൻ എ പ്രോമിനന്റ് പ്ലേസ് സോ ദാറ്റ് യുവർ കൺസ്യൂമേഴ്സ് വിൽ സീ. നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ലൈസൻസിലെ ഒന്നാമത്തെ കണ്ടീഷനാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കരസ്ഥമാക്കിയ ഈ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് നമ്മുടെ ഉപഭോക്താവ് കാണത്തക്ക രീതിയിൽ ഒരു പ്രോമിനന്റ് പ്ലേസിൽ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളത്. ചെയ്തിട്ടുള്ളവരുണ്ടോ ഇവിടെ? ചെയ്യാത്തവരായിരിക്കില്ല, ഉണ്ടല്ലേ? കുറച്ച് കൈകളെ ഞാൻ ഉയർന്നു കാണുന്നു. എല്ലാ കൈകളും ഉയരണം അല്ലേ? അപ്പം നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഒരു പ്രോമിനന്റ് പ്ലേസിൽ വേണം നമ്മളത് എക്സിബിറ്റ് ചെയ്യാൻ. അത് ആർക്ക് വേണ്ടിയാണ്? ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് വേണ്ടിയല്ല നിങ്ങളത് എക്സിബിറ്റ് ചെയ്യേണ്ടത്. പകരം നിങ്ങളുടെ കടകളിൽ വരുന്ന ഉപഭോക്താവിന് കൊടുക്കുന്ന ഉറപ്പാണ് എന്ന് നിങ്ങളുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എന്നുള്ളത്. അപ്പൊ ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മുടെ ഉപഭോക്താവിനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിന് റിവ്യൂ പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ് എന്ത്? നമ്മുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എന്നുള്ളത്. അപ്പൊ ആ ഉറപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ഡിക്ലറേഷനിൽ പറയുന്ന പോലെ എന്റെ സ്ഥാപനത്തിൽ എന്തുണ്ട്? ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് ഭക്ഷണ ഉൽപാദനം എന്നുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ശാരീരികമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് എന്ത്? ഈ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ളത്. ഇനി എങ്ങനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം
കൊണ്ടുവരാം എന്നുള്ളത്. അപ്പം അതിന് 2 ഘടകങ്ങളുണ്ട് മെയിൻലി. അത് വളരെ എന്താ പറയാ ചുരുക്കി ഞാൻ പറയാം. 2 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രീ റിക്വസ്റ്റ് പ്രോഗ്രാം എന്നതാണ്. പ്രീ റിക്വസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മുൻ വ്യവസ്ഥകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. കുറച്ച് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വ്യവസ്ഥകൾ, കുറച്ച് സൗകര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മൾ ഒരു ഭക്ഷണം, ഒരു റോ മെറ്റീരിയൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്നത് മുതൽ അത് ഫുഡായിട്ട്, അത് പ്രിപ്പയർഡ് ഫുഡായിട്ട് വരുന്നതിനുള്ള എല്ലാ സ്റ്റേജുകളെയും നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ അല്ലെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP എന്ന് ചുരുക്ക പേരിൽ നമ്മൾ വിളിക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു ഭക്ഷ്യ വിഷബാധ ഒരു ഹോട്ടലിലുണ്ടായി. അപ്പം അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും നോക്കി ഹോട്ടലുകൾ എല്ലാം വളരെ ശുചിത്വപൂർണമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് തന്നെ കണ്ടു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് സർവൈലൻസ് സാമ്പിൾ, അതായത് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോബയോളജി സാമ്പിൾ നമ്മൾ പല സാധനങ്ങളുടെയും പരിശോധിച്ചപ്പോഴേക്കും അതിനകത്ത് ഫംഗസും അതുപോലെ തന്നെ മോൾഡ്, ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ ഈക്കോളി ബാക്ടീരിയകളുടെ എല്ലാം പ്രസൻസ് കണ്ടെത്തി. അതായത് പാകം ചെയ്ത ഭക്ഷണം സാമ്പിൾ ചെയ്തപ്പോഴേക്കും ഈ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫംഗസും മോൾഡും എല്ലാം കണ്ടെത്തി. അപ്പോൾ അത് കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വിഷബാധ ഒന്നല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇതെല്ലാം നല്ല വൃത്തിയായി കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ പ്രിപ്പയർഡ് ഫുഡ് സാമ്പിൾ ചെയ്തത്. പക്ഷെ അവിടെ നമുക്ക് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഒരു 60 ഡിഗ്രിക്ക് ഹോൾഡ് ചെയ്ത ഒരു ഭക്ഷണമാണെന്ന് ഓർക്കണം. അവിടെ നമുക്ക് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. അപ്പം ഇത് തേർഡ് പാർട്ടി ഓഡിറ്റിംഗ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെയും അതുപോലെ ഫംഗസിന്റെയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹോട്ടലുകൾക്ക് എന്താ പറയുക സ്റ്റാർ റേറ്റിംഗും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് നമുക്ക് പാസ്സാവാൻ കഴിയത്തില്ല. അപ്പം എങ്ങനെ നമുക്ക് ഈ ബാക്ടീരിയകളെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഭക്ഷണം വളരെയധികം ശുചിത്വപൂർണമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസും അതുപോലെ തന്നെ ഉടമസ്ഥനും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ഒരു ശരിയായ അവബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒന്നിലധികം തവണ നമ്മൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ പോകുമ്പോഴേക്കും ഒരേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ അടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെയും എന്ത് പറ്റുന്നുണ്ട്, ഒരു എംപ്ലോയി റൊട്ടേഷൻ വരുന്നുണ്ട്. ഇന്ന് ജോലി ചെയ്യുന്ന ആളെ നാളെ കാണുമോ? ചിലപ്പോൾ കാണത്തില്ല. അപ്പം ഈ ഒരു എന്താ പറയാ എംപ്ലോയി ട്രെയിനിങ് എന്നുള്ളത് നമുക്ക് 100% എന്ത് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഈ എംപ്ലോയീസിനെ അല്ലെങ്കിൽ തൊഴിലാളികളെ നമ്മൾ ഭക്ഷ്യസുരക്ഷയെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അവബോധനം നടത്തണം. അപ്പം അതിനുവേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന സംരംഭം കൊണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. ഈ ട്രെയിനിങ്ങിൽ 3 ലെവലുണ്ട്. ബേസിക് ലെവലുണ്ട്, അഡ്വാൻസ് ലെവലുണ്ട്, അഡ്വാൻസ് ലെവൽ 2 ഉണ്ട്. അപ്പം ഈ 3 ട്രെയിനിങ്ങും പാസ്സാവുമ്പോഴേക്കും ആ പാസ്സായ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെ ഈ 100% ഭക്ഷ്യസുരക്ഷ നമ്മളുടെ സ്ഥാപനത്തിൽ കൊണ്ടെത്തിക്കാമെന്നുള്ളത്. പലർക്കും ബേസിക് ട്രെയിനിങ് കിട്ടിക്കാണും. അഡ്വാൻസ് ട്രെയിനിങ് നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. FSSAI എംപാനൽഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനേഴ്സിന്റെ അടുത്ത് തന്നെ നിങ്ങൾ പോയി അഡ്വാൻസ് ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. അതിലൂടെ നമുക്ക് കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ നമ്മുടെ എംപ്ലോയീസിനെ നമുക്ക് ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടായിട്ടുള്ള അവബോധനം നമുക്ക് നൽകാൻ കഴിയും. രണ്ടാമത്തെ കാര്യമാണ് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഹെൽത്ത് കണ്ടീഷൻ. ഇപ്പം അതിന് 1 വർഷം വരെ നമുക്ക് റിലാക്സേഷൻ ഉണ്ടല്ലോ. 1 വർഷമാണ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിന് മുമ്പ് എന്തെടുക്കണം? ടൈഫോയിഡ് വാക്സിൻ എടുക്കണം. ഈ ടൈഫോയിഡ് വാക്സിൻ 3 വർഷത്തിൽ ഒരിക്കൽ നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി ഒന്നിലധികം 3 വർഷത്തിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ബൂസ്റ്റർ ഡോസ് പോലെ ഇരിക്കും. പക്ഷെ അധികം അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലോട്ട് പോകുമ്പോഴേക്കും ആദ്യം നിന്ന ഹോട്ടലിൽ നിന്നും എന്താ പറയുക ടൈഫോയിഡ് വാക്സിൻ എടുക്കും. രണ്ടാമത് വന്ന
ഹോട്ടലിലും ടൈഫോയിഡ് വാക്സിൻ എടുക്കുന്നു. അത് വാക്സിനാണ്, അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മളത് എടുക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ എംപ്ലോയി ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയി ഹെൽത്ത് കാർഡ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതില് നമ്മൾ സാൽമണല്ല ടൈഫി, അതായത് ടൈഫോയിഡ് ഫീവർ, ടൈഫോയിഡ്, അതുപോലെ തന്നെ ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ്, ഇത് രണ്ടിനും എതിരായിട്ടാണ് വാക്സിനേഷൻ സാധാരണ കൊടുത്തു വരുന്നത്. ഇതിൽ ടൈഫോയിഡ് വാക്സിൻ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. അവരെവിടെ താമസിക്കുന്നു, എങ്ങനെ താമസിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു എന്നുള്ളത്. അപ്പം മുഷിഞ്ഞാണ് ഒരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിനുള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പ്രീറിക്വസിറ്റ് പ്രോഗ്രാം അല്ലെ, നമ്മളൊരു വീട് പണിയുമ്പോൾ നല്ല ഒരു അടിത്തറ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരു കാറ്റും പണിയാൻ വരുമ്പോൾ നമ്മുടെ വീട് പൊടിഞ്ഞു പോകും അല്ലേ. അപ്പം അതുപോലെ തന്നെ എംപ്ലോയിയുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ വൃത്തിയായിട്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വരണം എന്നും അവർ അറ്റ്ലീസ്റ്റ് കുളിച്ചിട്ട് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ്, ഇനി അവർ നമ്മുടെ സ്ഥാപനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൈ കഴുകാനുള്ളൊരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കൃത്യമായ ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ നിങ്ങൾ അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇവർക്ക് ഇങ്ങനെ എംപ്ലോയീസിന് കഴുകാനായിട്ട് കോമൺ വാഷ് റൂം ആയാലും അല്ലെങ്കിൽ വാഷ് ബേസിൻ ആയാലും കുഴപ്പമില്ല. പക്ഷെ അവർ കഴുകിയിട്ട് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അടുക്കളയുടെ ഉള്ളിൽ കയറുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വാഷിംഗ് പ്രൊസീജിയർ ആണ്. അതായത് വാഷിംഗ് പ്രൊസീജിയർ പല ടൈപ്പുണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽസ് നമുക്കുള്ള എന്താ പറയുക ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അത് വാഷ് ചെയ്യുന്ന പ്രൊസീജിയർ, അതുപോലെ തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് കട്ട്ലറീസ് വാഷ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും എന്താ പറയാ ഏറ്റവും നല്ല ഇപ്പം ഇൻസ്പെക്ഷൻ പോകുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം നോക്കാറുണ്ട് പാത്രങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കഴുകി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പല കംപ്ലൈന്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ഷനിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴേക്കും ഹോട്ട് വാട്ടർ വാഷ് കൊടുക്കാതെ നമ്മൾ പാത്രം കഴിയുമ്പോൾ എന്തുണ്ടാവും? ഒരു മെഴുക്ക്, നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെയും ഒരു മെഴുക്കിന്റെ അംശം നമ്മുടെ പാത്രങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ട് കഴിവതും ഹോട്ട് വാട്ടർ, നമ്മൾ പ്ലേറ്റുകൾ അതുപോലെ തന്നെ സോസർ ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഹോട്ട് വാട്ടർ വാഷ് കൊടുത്തിട്ട് കൃത്യമായി ഉണക്കി തന്നെ, അല്ലെങ്കിൽ ഉണക്കി നല്ല വൃത്തിയുള്ള ടവലും കൊണ്ട് തുടച്ച് തന്നെ നമ്മൾ കൊടുക്കാൻ പരിശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മുട്ട ഓംലേറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൃത്യമായി പാത്രം കഴുകില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്ലാവ് സ്മെല്ലുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഹോട്ട് വാട്ടർ വാഷിലൂടെ ഒഴിവാക്കാൻ കഴിയും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പച്ചക്കറികളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയും നല്ല വൃത്തിയായിട്ട് കഴുകി വേണം യൂസ് ചെയ്യാൻ. പ്രത്യേകിച്ച് നമ്മുടെ പൊട്ടറ്റോ പോലെ, ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസ് നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും അത് കൃത്യമായ രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ക്ലീനിങ്ങും അതുപോലെ സ്റ്റെറിലൈസേഷനും ഇതിൽ നിന്ന് ഉൾപ്പെടും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളിലുള്ള പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴേക്കും ചെറിയ രീതിയിലുള്ള റാറ്റ് ഡ്രോപ്പിങ്സുകൾ അല്ലെങ്കിൽ എലി കാഷ്ടങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം എലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കാഷ്ടം അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് ചെയ്യുമ്പോഴേക്കും യൂറിനേറ്റ് കൂടെ അതിനൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഭക്ഷണം അത് നമ്മുടെ കവറുകളുടെയൊക്കെ മുകളിൽ ഈ എലിക്കാഷ്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് സാനിറ്റൈസ് ചെയ്തിട്ട് തരും. അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ സാനിറ്റൈസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് തുടച്ചോ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ അതെടുക്കുന്ന ആളുടെ കയ്യിൽ എന്താ പറയും, നമ്മൾ കൈ കഴുകിയിട്ടാണ് പൊറോട്ട മാവ് എടുക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ കഴുകിയ കൈ എവിടെയാണ് പിടിക്കുന്നത്? ഈ ഡ്രോപ്പിങ്സ് ഉള്ള ഈ എന്താ പറയുക പാക്കേജിന് മുകളിലായിരിക്കും നമ്മൾ പിടിക്കുന്നത്. പിന്നെ നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടാമിനേഷൻ, ക്രോസ് കണ്ടാമിനേഷൻ വരും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തരത്തിലുള്ള ഇൻസെക്ട് ഡ്രോപ്പിങ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണം. 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ഡിനൈ എൻട്രി. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ ഇടങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം എൻട്രി പോയിന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് അടയ്ക്കാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ, ഡിനൈ ഫുഡ്. അതിൽ ഭക്ഷണം നമ്മൾ കൊടുക്കരുത്. അപ്പം ഭക്ഷണം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പും നമ്മുടെ സ്ഥാപനം അടയ്ക്കുന്നതിന് മുമ്പുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലീനിങ് ഷെഡ്യൂളോട് കൂടി ഒരു ക്ലീനിങ് പ്രൊസീജിയർ നമുക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കീടങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും. 3ാമത്തെ ഡി എന്ന് പറയുന്നത് ഡിനൈ ഷെൽട്ടർ.
അനാവശ്യമായ വസ്തുക്കളും നമ്മുടെ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്, പ്രത്യേകിച്ച് കാർട്ടനുകൾ, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, ഇതെല്ലാം അതായത് ക്രമമായിട്ട് നമ്മളത് നമ്മുടെ സ്ഥാപനത്തിൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരിക്കത്തില്ല. അവർ അവിടെ ഒരിക്കലും വന്ന് താമസിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ താമസിക്കുക മാത്രമല്ല പെറ്റ് പെരുകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാതിരിക്കും. അപ്പം ഡിനൈ ഷെൽട്ടർ. മൂന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഡിനൈ അല്ലെങ്കിൽ ഡിസ്ട്രോയ് എന്നുള്ളതാണ്. അപ്പം അതിനെ കാലാകാലങ്ങളിൽ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊല്ലുന്ന അതിന്റെ നമ്പർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ 4 ഡി നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതല്ല നിങ്ങൾ പ്രൈവറ്റ് ഏജൻസികൾ നമുക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഹിറ്റ് ഒരു കാരണവശാലും നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ നമ്മൾ അടിക്കാൻ പാടില്ല. ഹിറ്റ് അലൗഡ് അല്ല. കാരണം അത് ഓർഗാനിക് പെസ്റ്റിസൈഡ് അല്ല. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 1.5 ദിവസമാണ്. അപ്പം 1.5 ദിവസം കഴിഞ്ഞ് ഹിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 1.5 ദിവസമെങ്കിലും നമ്മുടെ സ്ഥാപനം അടച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം അതിന്റെ കെമിക്കലുകൾ ക്രോസ് കണ്ടാമിനേഷനിലൂടെ നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവസ്തുക്കളിൽ അത് വരികയും അതുമൂലം നമുക്ക് കെമിക്കൽ പോയ്സണിങ് ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പം കൃത്യമായ രീതിയിൽ നമ്മൾ ഓർഗാനിക് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് കുറവുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണം. ഇതിലേതെങ്കിലും ഒരു സാഹചര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുൻപേ കണ്ട് അതിനുള്ള നടപടികൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ മിനിമം ഇത്രയും റിക്വസിറ്റ് പ്രോഗ്രാമുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലൊരു അടിത്തറ നമുക്ക് നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അടിത്തറ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഒന്നാമതായിട്ട് ഒരു ഹാൻഡ് വാഷിംഗ് ഏരിയ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ എംപ്ലോയീസ് എല്ലാം ഹെൽത്തി ആയിരിക്കണം. അവർക്ക് യാതൊരു വിധത്തിലുള്ള കണ്ടേജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കരുത്. ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് മിനിമം അവബോധമെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ എന്താ പറയാ, നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു നല്ല സ്റ്റോർ റൂം വേണം. അത് ഫ്രീസർ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റോർ റൂമുകളായിക്കോട്ടെ. അപ്പൊ സ്റ്റോർ റൂം എന്നുള്ളത് അടച്ചുറപ്പുള്ളതായിരിക്കണം. അത് ഹ്യൂമിഡിറ്റി, നമുക്ക് നമ്മുടെ കേരളത്തിലെ എൻവയോൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അപ്പം ഹ്യൂമിഡിറ്റി കുറഞ്ഞ രീതിയിൽ, പ്രത്യേകിച്ച് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഒന്നും അത്ര നല്ലതല്ല. കാരണം ഫംഗസിന്റെ പ്രോബ്ലം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയറേഷനുള്ള എന്നാൽ ഒരു തരത്തിലും കിടങ്ങൾ കയറാത്ത രീതിയിൽ അടച്ചുറപ്പുള്ള ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. ഓരോ റോ മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോഴും അത് അടച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പലപ്പോഴും തിരക്കിനിടയിൽ എന്ത് ചെയ്യും, ഇപ്പം മൈദ മാവ് നമ്മൾ എടുത്ത് പൊറോട്ടയ്ക്ക് കുഴച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ തുറന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതല്ല, അത് കൃത്യമായ രീതിയിൽ ടൈ ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചെസ്റ്റ് ഫ്രീസർ ആണെന്നുണ്ടെങ്കിലും അത് ആഴ്ചയിൽ ഒരിക്കൽ ഡീഫ്രോസ്റ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് സ്പിൽ ചെയ്തിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ, അതുപോലെ രക്തം, അതെല്ലാം നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ഗ്യാസ്കറ്റുകൾ ഗ്യാസ്കറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ റബ്ബർ ട്യൂബിംഗ് സൈഡിലുണ്ടല്ലോ, ഈ റബ്ബർ ട്യൂബിങ്ങുകൾ കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക സാനിറ്റൈസ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വളരെ തിരക്കിനിടയിൽ നമ്മൾ എവിടെയാണ് പിടിക്കുന്നത്, കറക്റ്റ് ആ സ്ഥലം അല്ലെങ്കിൽ ഫ്രീസറിന്റെ ആ താഴ്വശത്തേക്കാണ് കൈകൾ ചേർത്ത് പൊക്കുന്നത്. അങ്ങനെ വരുമ്പം അവിടെ എഴുക്കലും അതുപോലെ തന്നെ ഫംഗസുകളും ധാരാളമുണ്ട്. ഇത്തരം ഫ്രീസറുകളിൽ ഒരിക്കലും ഐസ്ക്രീം സ്റ്റോർ ചെയ്യരുത്. ഐസ്ക്രീം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും പലപ്പോഴും 5 ലിറ്ററിന്റെ വലിയ കണ്ടെയ്നേഴ്സിലായിരിക്കും, ഒരു പേപ്പർ കണ്ടെയ്നറിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അത്തരം കണ്ടെയ്നേഴ്സ് തുറന്ന് ഒരു കാരണവശാലും എന്ത് ചെയ്ത് നമ്മൾ സൂക്ഷിക്കരുത്. കാരണം എന്താണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കഴിയുമ്പോഴേക്കും ഈ ഫ്രീസറിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂടി വരുമ്പോഴേക്കും അതിന്റെ ഡോർ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തുള്ളികൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണും. അപ്പം പലപ്പോഴും എന്ത് ചെയ്യുക, തുള്ളിയുടെ അതിന്റെ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം കൊണ്ട് എന്ത് ചെയ്യും, അത് നേരെ താഴോട്ട് പറയും. ഈ തുള്ളികളിൽ പലപ്പോഴും ഈ പറയുന്ന ഫംഗസുകളും അതുപോലെ നമ്മുടെ തലമുടി, പ്രത്യേകിച്ച് ആൾക്കാർ വളരെ ചേർന്നായിരിക്കും കുഞ്ഞ് ഐസ്ക്രീം എടുക്കുന്നത്. അപ്പം നമ്മുടെ തലമുടി, താരൻ, ഇതെല്ലാം എവിടെ ഉണ്ടാവും, ഈ തുള്ളികളിൽ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം തുള്ളികൾ കണ്ട് ഒരിക്കലും നമ്മുടെ ഐസ്ക്രീം അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള മറ്റ് ഭക്ഷണ വസ്തുക്കളൊന്നും തന്നെയും കണ്ടാമിനേറ്റ് ആവാതെ ഇരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, 1 ആൾക്കാർ ഹെഡ് ക്യാപ്പ് ധരിക്കണം. 2 ഫ്രീസറുകൾ ഒരു കാരണവശാലും
തുറന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഫ്രീസിന്റെ അകത്ത് വെക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഒരു കാരണവശാലും തുറന്ന് വെക്കരുത്. ഇപ്പം ചില സമയം ചില ഹോട്ടലുകൾ ഒരു പ്രാവശ്യം നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴേക്കും ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം എടുത്ത് നോക്കിയപ്പോഴേക്കും അതിനകത്ത് കുറെ പൊറോട്ടയാണ് കണ്ടത്. അതിന് നേരെ താഴെ ആ സ്റ്റീൽ കണ്ടെയ്നർ വെച്ചിരിക്കുന്നത് ഒരു മൂടി പോലും ഇല്ലാതെ അതിന് താഴെ ചിക്കൻ ഫ്രൈ കണ്ടു, അതിന് താഴെ ബീഫ് പുലർത്തിയത് കണ്ടു. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്തു മൂടാതെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരിക്കലും സ്റ്റാക്ക് ചെയ്ത് നിങ്ങൾ വെക്കരുത്. നമുക്ക് കൂളിങ്ങിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരും. ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രം തന്നെ കൂളിംഗ് നടത്താവും. ഇനി ഇത് പ്രീ റിക്വസ്റ്റിംഗ് പ്രോഗ്രാമാണ്. ഇത് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നുള്ളത്. പർച്ചേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പർച്ചേസിൽ അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ ഗുണനിലവാരം കുറയുമ്പോഴേക്കും അതനുസരിച്ച് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരവും കുറഞ്ഞിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഴുകിയ ചൂര കൊണ്ട് കറി വെക്കുന്നത് നല്ല ചൂര മേടിച്ച് കറി വെക്കുമ്പോഴും ആ കറി അവസാനം ആ കറിക്ക് വ്യത്യാസം ഉണ്ടാവൂലേ? അതേപോലെ തന്നെ നല്ല റോ മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുവാൻ നമ്മൾ നോക്കണം. അതിന് ഏറ്റവും ആദ്യം ഒരു രജിസ്റ്റേർഡ് വെണ്ടറിൽ നിന്ന് FSSAI രജിസ്ട്രേഷനുള്ള വെണ്ടറിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക. ബില്ലോട് കൂടെ തന്നെ നമ്മൾ സാധനങ്ങൾ മേടിക്കുക. നെക്സ്റ്റ് അത് റിസീവ് ചെയ്യുമ്പോഴേക്കും അതിലാരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മളായിരിക്കും റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന സമയത്ത് മോശമായിട്ടുള്ള ഇതിനിടയ്ക്ക് മോശപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടായിരിക്കണം. സാരമില്ല, ഞാനല്ലല്ലോ കഴിക്കുന്നത് എന്നുള്ളൊരു വിചാരം നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദാൾ മേടിച്ചു, ദാൾ മേടിച്ച് അത് പാക്ഡ് ദാലാണ് മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. അത് ആ പാക്ഡ് ദാൾ നമ്മുടെ റിസീവിങ് ഏരിയയിൽ വരുമ്പോഴേക്കും അത് ജസ്റ്റ് ഒന്ന് നോക്കണം, എന്തുണ്ട് അതിൽ എന്തെങ്കിലും കുത്തലോ അതുപോലെ വണ്ടോ ഉണ്ടോ എന്ന്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതുപോലെ തന്നെയാണ് പച്ചക്കറികൾ മേടിക്കുമ്പോഴും ഒരു ഇടയ്ക്ക് ഒരു അഴുകിയതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാവാം. അത് മാറ്റി വെക്കാനുള്ള ഒരു ആർജവം ആർക്കുണ്ടായിരിക്കണം? അത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചിക്കൻ എന്നുള്ളത്. പലപ്പോഴും ചില ഹോട്ടലുകളിൽ ഒരുപാട് ചിക്കൻ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അതുമൂലം ഒരിക്കലും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ആ ചിക്കൻ മേടിക്കണം. കാരണം ഇപ്പോൾ ഒരു ചിക്കൻ സ്ലോട്ടർ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ചിക്കൻ ഷോപ്പിൽ ചിലപ്പോൾ രാത്രി മുതലായിരിക്കും അവർ ചിക്കൻ കണ്ടിച്ച് അതിനെ ഇറച്ചി മാംസമാക്കി വെക്കുന്നത്. അവരിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിന് ഇന്റേണൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴേക്കും ചിക്കൻ 42 മുതൽ 45 ഡിഗ്രി 48 ഡിഗ്രി വരെയാണ് അതിന്റെ താപനില എന്നുള്ളത്. അപ്പം ഇവരെന്ത് ചെയ്യും, ഇവര് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അതിന്റെ ഡീസ്കിൻ ചെയ്യും, അല്ലെങ്കിൽ തൊലി എടുത്ത് മാറ്റുമ്പോഴേക്കും ആ തൊലി കൊണ്ട് തന്നെ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ തൊലി കൊണ്ട് തന്നെ എന്ത് ചെയ്യും, തുടയ്ക്കും. അപ്പൊ ഈ തൊലിയിൽ എന്തുണ്ട് അല്ലെങ്കിൽ അതിന്റെ കൂടയിൽ എന്തുണ്ട്, അതിരിക്കുന്ന സ്ഥലത്തെ പൊടിയും അണുക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടച്ച് അതിന്റെ മുകളിൽ വെക്കുമ്പോഴേക്കും ഈ ഡീസ്കിൻ ചെയ്ത നല്ല വൃത്തിയുള്ള ചിക്കൻ എന്താവും, വീണ്ടും കണ്ടാമിനേറ്റഡ് ആവും. ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയ ചിക്കൻ ആയിരിക്കും ഒരു പക്ഷേ 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്നു. നമ്മളത് വീണ്ടും 2 മണി വരെ, നമ്മൾ ഷവർമയോ അല്ലെങ്കിൽ അൽഫാമോ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ 11 മണി വരെയും അത് നമ്മുടെ സ്ഥാപനത്തിലിരിക്കും. ഇങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ടാവാനും അതുമൂലം ടോക്സിനുകൾ ഉണ്ടാവാനും, പ്രത്യേകിച്ച് ഷിജല്ല ടോക്സിനുകൾ പോലെയുള്ള സാൽമോണല്ല ടോക്സിനൊക്കെ പോലെയുള്ള ടോക്സിനുകൾ അമിത അളവിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ചിക്കൻ വരികയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയാക്കി അത് ഒരു ചില്ലറിലേക്ക് വെക്കുക. ഒരുപാട് ചിക്കൻ അല്ലെങ്കിൽ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യുന്നവർ അത് എത്രയും പെട്ടെന്ന് കഴുകി അത് ചില്ലറിലോട്ട് 5 ഡിഗ്രി ചില്ലറിലോട്ട് മാറ്റണം. അതില്ല എന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ടോക്സിനുകളും ബാക്ടീരിയകളും എല്ലാം തന്നെയും ആ ചിക്കനിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം എന്തുണ്ടാവും, ഭക്ഷ്യ വിഷബാധ ഉണ്ടാവും.
അപ്പം ഇതുപോലെ തന്നെയാണ് മീറ്റിന്റെ കാര്യം, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ കാര്യവും. അപ്പം ഈ റിസീവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസീവിങ് ചെയ്യുന്ന ആള് അത് കൃത്യമായ ടെമ്പറേച്ചറുകളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി നമുക്ക് ടെമ്പറേച്ചർ, ഒരു ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് വളരെ പലർക്കും സംശയമാണ്. നമ്മൾ പറയും ഡേറ്റും ടൈമും എല്ലാം എഴുതി വെക്കണം. അപ്പം 2 ദിവസം മുൻപേ ഉള്ളതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാത്രി ഇന്നത്തെ ഡേറ്റും ടൈമും എഴുതി വെക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതല്ല അതിന്റെ ശരിയായ രീതി എന്നുള്ളത്. ഒന്ന്, ആവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കുക. 2, ഏതെങ്കിലും കാരണവശാൽ നമുക്കത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഈ പ്രീ റിക്വസ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ അത് സ്റ്റോർ ചെയ്യാൻ കൃത്യമായ ഫ്രീസറുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അപ്പം ഫ്രീസറുകൾ 3 തരത്തിലുണ്ട്. അല്ലെങ്കിൽ 3 നമ്മുടെ ഫ്രീസറിനെ അല്ലെങ്കിൽ നമ്മളൊരു പരിശോധനയ്ക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണവസ്തുക്കൾ 3 സെപ്പറേറ്റ് രീതിയിൽ സ്റ്റോർ ചെയ്യണമെന്ന്. ഒന്ന്, ഡയറി പ്രോഡക്ട്സ്, ഐസ്ക്രീം, അതുപോലെ പാല്. ഇതിന് കൂടെ മറ്റൊന്നും തന്നെയും സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 30-40 ലിറ്ററിന്റെ ഫ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡബിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളത്തെ വശം എന്ത് ചെയ്യണം, ചെറിയ ഹോട്ടലുകളാണെന്നുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യണം. മുകളത്തെ നമ്മുടെ ഫ്രീസർ എന്ന് പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങൾ മാത്രം വെക്കുവാനായിട്ട് ഉപയോഗിക്കുക. പാൽ ഉൽപ്പന്നങ്ങൾ വെക്കാൻ കൃത്യമായി സെപ്പറേറ്റ് ഒരു ഫ്രീസർ ഉണ്ടായിരിക്കണം. 2 എന്ന് പറയുന്നത് നമ്മുടെ അൺകുക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള മാംസം, മത്സ്യം, അതുപോലെയുള്ള പച്ചക്കറികൾ, ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫ്രീസർ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ വെജിറ്റേറിയൻ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കണം. മത്സ്യ മാംസാദികളോട് കൂടെ നമ്മൾ ഒരിക്കലും സ്റ്റോർ ചെയ്യരുത്. കാരണം ക്രോസ് കണ്ടാമിനേഷൻ വരാം. അതുവഴി ഈ ബാക്ടീരിയകൾ എന്താ പറയുക, മാംസത്തിൽ നിന്നോ മത്സ്യത്തിൽ നിന്നോ അത് പച്ചക്കറികളിലോട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. വെജും നോൺ വെജിറ്റേറിയനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. ഇനിയുള്ള ഫ്രീസറാണ് കുക്ക് ചെയ്ത ഭക്ഷണവസ്തു, അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണവസ്തുക്കൾ, അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാവ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഫ്രീസർ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോറിങ് എന്ന് പറയുന്നത് നിയമപര അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഭക്ഷണ പദാർത്ഥവും നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം അത് ബൾക്കാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നമ്മൾ അടിച്ചു വെക്കും അല്ലെ, അത് ചിലപ്പോൾ ഒരു 7 കിലോ അല്ലെങ്കിൽ 10 കിലോ 5 കിലോ എന്നുള്ള രീതിയിലായിരിക്കും അത് അടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. അതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം? ഒരിക്കലും 10 കിലോ അല്ലെങ്കിൽ 7 കിലോ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം, മസാല ആക്കിയതിനു ശേഷം അത്രയും വലിയ കണ്ടെയ്നറിൽ തന്നെ ബൾക്കായിട്ട് തന്നെ ഒരിക്കലും സ്റ്റോർ ചെയ്യരുത്. അതിനെ ഒരു ദിവസത്തേക്ക്, ഇപ്പോൾ 2 കിലോ ആണ് ഒരു ദിവസം നമുക്ക് ആവശ്യമെങ്കിൽ 2 കിലോ ഉള്ള രീതിയിൽ നമ്മൾ ബാച്ചുകളായിട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അത് ഒരിക്കലും നമ്മൾ പറയില്ല ഒരുപാട് നാട് നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 16 ഡിഗ്രി ടു -16 മുതൽ 38 വരെ ഡിഗ്രിയിലുള്ള ഫ്രീസറിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോഴാണ് നമ്മുടെ ഭക്ഷണ വസ്തു സ്റ്റെറൈൽ ആയെങ്കിൽ മാത്രമേ സ്റ്റോർ, അതായത് യാതൊരു തരത്തിലുള്ള ബാക്ടീരിയ ഫംഗസ് അതിലില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ അശ്രദ്ധമായിട്ട് അത് പൊളിച്ചു കഴിയുമ്പോഴേക്കും അതിലൊരു കറുത്ത ഫംഗസുകളാണ് അല്ലേ, അത് പെൻസിലിയം അല്ലെങ്കിൽ ബ്ലാക്ക് റോട്ട് എന്നൊക്കെ പറയുന്നുള്ള ഫംഗസുകളാണ്. ആ ഫംഗസുകൾ അത് പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകത്തില്ല. നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് അത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നാള് നമുക്ക് ഈ ഭക്ഷണവസ്തുക്കൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ തന്നെയും -16 ഡിഗ്രി നിങ്ങളുടെ ചെസ്റ്റ് ഫ്രീസറുകളിൽ തന്നെ അത് ബാച്ചുകളായിട്ട്, ബൾക്കായിട്ടല്ല, ബാച്ചുകളായിട്ട് കൃത്യമായ ഡേറ്റും ടേബിളോട് കൂടെ മാത്രം സ്റ്റോർ ചെയ്യുക. ഇനി അതൊരു നമുക്കൊരു കോളിഫ്ലവർ മഞ്ചൂരിയന് വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കോളിഫ്ലവർ വെക്കുന്നതെങ്കിൽ അതും ഇപ്രകാരം തന്നെയും ഉണ്ടാക്കിയതിനു ശേഷം 2 മണിക്കൂറിനുള്ളിൽ, എപ്പോഴാണോ അത് റൂം ടെമ്പറേച്ചറിൽ എത്തുന്നത് ആ സമയത്ത് അത് എന്താ പറയുക, നമ്മൾ തണുപ്പിച്ച് 5 ഡിഗ്രിയിൽ, വൈകുന്നേരത്തേക്ക് ആണെങ്കിൽ രാവിലെ നമ്മൾ കോളിഫ്ലവറിന്റെ എന്താ പറയുക ഫ്രൈ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 5 ഡിഗ്രിയിലും, പിറ്റേനാളത്തേക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിലും കൃത്യമായ ലേബലോട് കൂടെ മാത്രം സൂക്ഷിക്കുക. അൽഫാം അതുപോലെ തന്നെ മറ്റ് ഗ്രിൽഡ് ഐറ്റംസ് സൂക്ഷിക്കാം, പക്ഷെ സൂക്ഷിക്കാൻ ഒരിക്കലും നമ്മൾ എന്താ പറയുക എൻകറേജ് ചെയ്യത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഡയറക്റ്റ് അതിന് ഹീറ്റ്, നമ്മൾ അൽഫാമും അതുപോലെ തന്നെ തന്തൂറെല്ലാം എടുക്കുമ്പോഴേക്കും ഡയറക്റ്റ് ഹീറ്റാണ് വെക്കുന്നത്. ഡയറക്റ്റ് ഹീറ്റ് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പൊ കരിഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, വെന്ത് കാണും എന്ന് പറഞ്ഞുകൊണ്ട് അത്
എടുക്കും. എടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോർ ടെമ്പറേച്ചർ ഒരിക്കലും 72 ഡിഗ്രിയിൽ എത്തത്തില്ല. അങ്ങനെ എത്താതെ വരുമ്പോഴേക്കും അവിടെയുള്ള ബാക്ടീരിയകൾ ഒന്നും തന്നെയും നശിച്ചു പോകാതിരിക്കും. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമുക്ക് ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ കൂളിങ്ങും കൃത്യമായ കൂളിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ തണുത്ത സാധനം റൂം ടെമ്പറേച്ചറിൽ കൊണ്ടെത്തിക്കുകയും അത് ഭാഗപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തോയിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. തണുത്ത അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിരിക്കുന്ന സാധനം ഒരു റണ്ണിങ് വാട്ടറിൽ അല്ലെങ്കിൽ എന്താ പറയുക പൈപ്പിന്റെ അടിയിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടെത്തിക്കാം. പക്ഷെ അത് സീൽഡ് ആണെങ്കിൽ മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ 5 ഡിഗ്രിയിലോട്ട് കൊണ്ടെത്തിക്കുകയും പിന്നെ അത് ആ 5 ഡിഗ്രിയിൽ നിന്നും അതിന്റെ കുക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് നമുക്ക് കൊണ്ടുവരികയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റിയിലൊരു ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസം, അതുപോലെ ക്വാളിറ്റി ഒരു പ്രശ്നം ഉണ്ടാവും. അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയും വരത്തില്ല. ഇനി എന്ത് സാധനവും നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം അതിനെ എപ്പോഴും ഹോട്ടിൽ ഹോൾഡ് ചെയ്യുക. ഹോട്ട് ഹോൾഡിംഗ് എന്ന് പറയും. അതിന് വാമറുകൾ നമ്മൾ ഉപയോഗിക്കണം. 60 ഡിഗ്രി ടു 5 ഡിഗ്രി ഒരു ഡേഞ്ചർ സോണാണ്. ഇതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ പെറ്റി വരികയും അതുപോലെ ടോക്സിനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ 60 ഡിഗ്രിക്ക് മുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ച ഉണ്ടാകത്തില്ല. അതിനെ നമുക്ക് തടയാൻ പറ്റും. ഇപ്പം 60 ഡിഗ്രിക്ക് ഇപ്പം ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷ കമ്മീഷണർ നിർദ്ദേശം എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് മുകളിൽ ഹോൾഡ് ചെയ്യാത്ത ഏതൊരു ഭക്ഷണ വസ്തുവും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കാറ്ററിങ്ങുകളും ഈ ഹോട്ടിംഗ് അല്ലെങ്കിൽ വാമർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഈ 60 ഡിഗ്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 60 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു കാരണവശാലും കാറ്ററിങ്ങിൽ വരുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രാൻസ്പോർട്ടിങ് എന്നുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്യാറുള്ളൂ. അപ്പം സെർവിങ് ടെമ്പറേച്ചറും ഈ 60 ഡിഗ്രിക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് കഴിച്ച് മറ്റു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ചെറിയൊരു വിശ്വാസമെങ്കിലും നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സർവീസ് എന്നുള്ളത്. അപ്പം നമുക്ക് വരുന്ന പരാതികളിൽ ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു ഒരു 40% നമ്മളുടെ ഒരു കസ്റ്റമർ എന്താ പറയുക വെയിറ്റർ ഇൻട്രാക്ഷനിൽ നിന്നും വരുന്നതാണ്. അപ്പം പലപ്പോഴും നമുക്ക് ഫോൺ കോളിൽ വരുന്നു, ഈ ഹോട്ടലിൽ പോയി കഴിച്ചു, അവർ പറഞ്ഞു ഇത്ര പൈസക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പൈസ തന്നിട്ട് പോകും. എന്നെ മറ്റുള്ളവർക്ക് ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, നമ്മുടെ ആ ഒരു കസ്റ്റമർ ഒരു അതുപോലെ തന്നെ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെയാണോ അവരെ അതിഥി ദേവോ ഭവ എന്നല്ലേ പറയുന്നത് നമ്മൾ. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാർ അതിഥികളാണ്. അവരെ ആ രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിലെങ്കിലും വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മോശമായി പെരുമാറുക. മോശമായി 2 ടൈപ്പ് ഉണ്ട്. 2 സ്ഥലത്ത് നിന്നും ഒരിക്കലും ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവരുത്. അപ്പം നമ്മൾ പറയും നമ്മൾ ഈ കേസ് എടുക്കത്തില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തോളൂ. കാരണം തമ്മിൽ തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പം നെക്സ്റ്റ് അവരുടെ റെസ്പോൺസ് എന്താ, പിന്നെ അവിടെ ഭക്ഷണം കൊള്ളത്തില്ല അല്ലേ. അപ്പൊ ബേസിക്കലി എന്താണ്, ഭക്ഷണം കൊള്ളത്തില്ല എന്നുള്ളതല്ല അവരുടെ പ്രശ്നം എന്നുള്ളത്. അപ്പം കഴിവതും നിങ്ങൾ ഒരു പ്രശ്നത്തിലോട്ട് കസ്റ്റമറിനെ അല്ലെങ്കിൽ നിങ്ങളും ആ പ്രശ്നത്തിൽ ഉൾപ്പെടാതെ ഒരു സമയത്തിലൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശരിയാക്കാൻ നോക്കുക. ഏറ്റവും അടുത്തൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ അവർ പോയപ്പോഴേക്കും റെസ്റ്റോറൻറ്റിൽ മഞ്ചൂരിയൻ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഓർഡർ ചെയ്തു. കോളിഫ്ലവർ മഞ്ചൂരിയനിലുള്ള ഓണിയൻ എന്ത് ചെയ്ത് ബോയിൽ ആയിട്ടില്ല, അതായത് ഓണിയൻ കറക്റ്റ് കുക്ക്ഡ് അല്ല. അപ്പം ഇത് വെയിറ്ററിനെ ധരിപ്പിച്ചു, പക്ഷെ അയാൾ മാറി തരാൻ പറയാറില്ല. അപ്പം ഇവിടെ നമുക്ക് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്ത് പറ്റുന്നുണ്ട്, അതൊന്ന് റീഹീറ്റ് ചെയ്ത് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ തരാൻ പറ്റില്ല, ഇങ്ങനെയാണ് മഞ്ചൂരിയൻ എന്ന് പറഞ്ഞ് ഒരു കശപിശ ഉണ്ടാവുകയും പിന്നീട് ആ പരാതി നമ്മളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. ആ ഒരു എക്സ്റ്റെന്റാണ് ഞാൻ പറയുന്നത്. കയ്യാങ്കളിയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിന്, നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങൾ പോലീസിന് അത് അറിയിക്കണം. അത് വേറെ കാര്യം. അതല്ല, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളത് മാക്സിമം അത് ചെയ്ത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം എന്താ, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങളെ അറിയാത്ത, ഈ സ്ഥലം അറിയാത്ത ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോഴേക്കും അയാൾ ഒന്നെങ്കിൽ വീണ്ടും വരണം, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരാൾക്ക് റെഫർ ചെയ്യണം. ഇങ്ങനെ സ്ഥലമുണ്ട്, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ എന്താണ് ഫുഡ് കൊള്ളാം, അവിടെ നല്ല ഹൈജീനാണ്, അത് കൊള്ളാം എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ബിസിനസ് ഒരിക്കലും എന്ത് പറ്റില്ല, കുറഞ്ഞു പോകുമോ? ഇല്ല, കൂടിയേ എല്ലാ തരത്തിലും അത് കൂടിയേ വരത്തുള്ളൂ. പിന്നെ നമ്മൾ പരിശോധനയ്ക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറിയുടെ വെള്ളം പരിശോധന സർട്ടിഫിക്കറ്റ് വയ്ക്കുക. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പേജിൽ നമുക്ക് കെമിക്കൽ എക്സാമിനേഷൻ എന്നാണ് അവിടെ. അതിനകത്ത് കെമിക്കലുകൾ എന്തൊക്കെയുണ്ട്, ക്ലോറിനുണ്ടോ, നിക്കലുണ്ടോ, എന്താ പറയുക, അയൺ ഉണ്ടോ, കാൽഷ്യം ഉണ്ടോ, മെഗ്നീഷ്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം pH എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ pH എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറിന്റെ pH 6.5 മുതൽ 8.5 വരെയാണ്. അപ്പം നമ്മുടെ വെള്ളം 6.5 താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ബാക്ടീരിയ ഉണ്ടാവും, അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു അതിനകത്ത് കലർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നൈട്രേറ്റ് ആയിരിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ pH കുറവാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നീറ്റ് വെക്കുക, നമ്മളിട്ട് pH കറക്റ്റ് ആക്കി വെക്കുക. പക്ഷെ ഒരു ഇൻഡിക്കേറ്റർ ആണ് 6.5 മുതൽ 8.5 ആണ് അതിന്റെ റേഞ്ച് എന്നുള്ളത്. അതിനിടയ്ക്കായിരിക്കണം നമ്മുടെ കുടിവെള്ളത്തിന്റെ pH എന്നുള്ളത്. രണ്ടാമത്തെ പേജിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ 2 പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കുടിവെള്ളം എന്ന് പറയുന്ന IS 10500 സ്റ്റാൻഡേർഡ് ആണ്. IS 10500 സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡിൽ നമുക്ക് നമ്മുടെ മൈക്രോബയോളജി അനാലിസിസ് ചെയ്യുമ്പോഴേക്കും അവിടെ ടോട്ടൽ കോളിഫോമും ഈക്കോളയും നില്ലായിരിക്കണം. പല സ്ഥാപനങ്ങളിലും നമ്മൾ പോകും, ഈക്കോളി നില്ലാണെങ്കിൽ കൂടെയും ടോട്ടൽ കോളിഫോം നിങ്ങൾ നോക്കണം. നിങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജോലി എന്നുള്ളത്. എനിക്കറിയത്തില്ല സാറേ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ആ സമയത്ത് ഒരിക്കലും പറയരുത്. അപ്പം ടോട്ടൽ കോളിഫോമും നില്ലായിരിക്കണം, ഈക്കോളെ നില്ലായിരിക്കണം. ഈക്കോളെ എന്ന് പറയുന്നത് മനുഷ്യ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളാണ്. അപ്പം ഈ ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് അനാരോഗ്യ ഉണ്ടാക്കാവുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം എവിടെയുണ്ട്? നമ്മുടെ കുടിവെള്ളത്തിൽ ഉണ്ട്. അത്തരം വെള്ളം ഒരു കാരണവശാലും നമ്മൾ കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇനി കോളിഫോം എന്ന് പറയുന്ന സാധാരണ സോയിൽ ബാക്ടീരിയ, നമ്മുടെ സോയിലൊക്കെ നമ്മുടെ മണ്ണിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയ. രണ്ടും ഇല്ലാത്ത വെള്ളം വളരെ ചുരുക്കമാണ്. വല്ല പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ എത്രയും ശുദ്ധമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ തൊടുപുഴ ആയാലും മൂന്നാർ ആയാലും ഇടുക്കി ചെറുതോണി ആയാലും ഒക്കെ എന്തുണ്ടാവും, കട്ടപ്പന ആയാലും എല്ലാം കോളിഫോം ഉണ്ടായിരിക്കും. ഈ കോളിഫോം എന്തായിരിക്കണം? നില്ലായിരിക്കണം. അപ്പൊ ഇത് രണ്ടും നില്ലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഫിൽട്ടർ വേണം. അതല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും, ഇപ്പം സൂപ്പർ ക്ലോറിനേഷൻ, ഹൈപ്പർ ക്ലോറിനേഷൻ ഒക്കെ ചെയ്താൽ അത് അല്ലെങ്കിൽ ഒരു കിണറിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണമെങ്കിൽ തന്നെ 3 മാസത്തിലൊരിക്കൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്താൽ മാത്രമേ സാധ്യമാവുള്ളൂ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ടാങ്കുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ടാങ്കും ഇതേപോലെ ക്ലോറിനേറ്റ് ചെയ്ത് കഴുകണം. പൈപ്പ് ലൈനും ഇതേപോലെ കഴുകിയാൽ മാത്രമേ നമുക്ക് സാമ്പിൾ എടുക്കുമ്പോഴേക്കും ഈ കോളിഫോമും ഈക്കോളയും നില്ലായിട്ട് കാണത്തുള്ളൂ. അപ്പം അത് ഇല്ലാതാക്കാൻ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഒരു UV ഫിൽട്ടർ, ഇപ്പം 3-4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ UV ഫിൽട്ടർ കാരണം എന്തൊക്കെ ചെയ്താലും, ഇപ്പം വാട്ടർ അതോറിറ്റിയുടെയൊക്കെ വെള്ളം ആയാൽ തന്നെയും ബില്ലുണ്ടെങ്കിൽ തന്നെയും അത് കുടിവെള്ള യോഗ്യമല്ലെന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടാതെ ഈ പൈപ്പ് ലൈനൊക്കെ പലപ്പോഴും ചോർച്ചയൊക്കെ ഉള്ളതായിരിക്കും. ഇപ്പം ഈ സോയിൽ മഴയത്തൊക്കെ ആണെങ്കിൽ ചെളിവെള്ളവും ഈ കുടിവെള്ളത്തിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. 2 തരത്തിൽ നമുക്ക് ചെലവുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ക്ലോറിനേഷൻ, ഇന്റർമീഡിയറ്റ് ക്ലോറിനേഷൻ ഗ്യാസ്, ആ വെള്ളത്തിന് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോഴേക്കും ഒരു ചെറിയ പ്രശ്നം എന്താണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പെട്ടെന്ന് അഴുക്കാവാനുണ്ട്. കാരണം ക്ലോറിൻ വരുമ്പോഴേക്കും അതൊരു ബ്ലീച്ചാണ്. അത് ക്ലോറിൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫുഡ് ഡീക്കേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലോറിനേഷൻ എപ്പോഴും ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ഓപ്ഷൻ മാത്രമാണ്. അതല്ലാതെ ഉള്ളത് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് ഒന്നെങ്കിൽ സിൽവർ അയണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഉപയോഗിച്ച്, ആ ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ UV ലൈറ്റ്
നമ്മുടെ UV ലൈറ്റ് മാത്രം നമ്മുടെ ഫിൽറ്റർ മാത്രം നമ്മുടെ പൈപ്പ് ലൈനിൽ നമ്മൾ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിലൂടെ ഈ വെള്ളം വരികയും ആ ലൈറ്റ് കൊണ്ട് ഈ കീടാണുക്കളെ കൊല്ലുന്ന ശുദ്ധമായ വെള്ളം നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ചേർന്ന UV ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ എന്തെയും നമ്മുടെ അക്വാഗാർഡ് പോലെയുള്ള ഫിൽറ്ററാണ് വരുന്നത്. അത്തരത്തിലുള്ള ഫിൽറ്റർ അല്ല. കാരണം നമ്മുടെ ഒരു അത്തരം ഫിൽറ്ററുകൾ 13 ലിറ്ററൊക്കെ സ്റ്റോറേജ് ടാങ്കേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പൈപ്പ് തുറന്നാൽ ആ പൈപ്പിൽ ഏത് ഫ്ലോ റേറ്റിലാണോ വരുന്നത് അതേ ഫ്ലോ റേറ്റിൽ തന്നെ ഫിൽട്രേഷൻ നടത്താനുള്ള UV ലൈറ്റ് ചേംബറുകളുണ്ട്. ഈ ചേംബറുകൾ നമ്മുടെ പൈപ്പ് ലൈനിൽ ഇടയ്ക്ക് നമ്മൾ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ചേംബറിലൂടെ വെള്ളം കടന്നു വരികയും ആ വെള്ളം നമുക്ക് അണുമുക്തമായിട്ട് ലഭ്യമായി തീരുകയും ചെയ്യും. ഒരു 6 മാസം അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് 4 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഈ ട്യൂബ് UVയുടെ ലൈറ്റിന്റെ ട്യൂബാണ്, ആ ട്യൂബ് മാറ്റി കൊടുക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി. അതനുസരിച്ച് എന്താ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ടെക്നീഷ്യൻ ചിലപ്പോൾ ഒരു 6 മാസത്തിലേക്ക് സർവീസ് ചെയ്യാൻ വരുമായിരിക്കും. അദ്ദേഹത്തെ കൊണ്ട് അത് സർവീസ് ചെയ്യിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അനുശാസിക്കുന്ന IS 10-500 സ്റ്റാൻഡേർഡിലുള്ള കുടിവെള്ളം നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് കുക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ആർക്കും എൻ്റെ വെള്ളം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈക്കോളെ ഉണ്ടോ കോളിഫോം ഉണ്ടോ എന്നുള്ളൊരു വിഷമം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അത് ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള ഫിൽറ്ററുകൾ യൂസ് ചെയ്യുക. ഫിൽറ്ററുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഭക്ഷണവും അതേ ക്വാളിറ്റിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കുടിവെള്ളവും നമുക്ക് നല്ല കുടിവെള്ളം, ഗുണനിലവാരമുള്ള കുടിവെള്ളം കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരുടെയും സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിന് പുറത്ത് ഒരു കാരണവശാലും നിങ്ങൾ വേസ്റ്റ് ഇടരുത്. നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് വെക്കണം. സോയിലിന്റെ പ്ലേറ്റ്സ് വെക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് കാർട്ടനോ അല്ലെങ്കിൽ കാർട്ടനല്ല ട്രേസ് നമ്മൾ വെക്കുക. അവിടെ മാത്രം നമ്മൾ വഴി പോകുന്ന സ്ഥലത്തും താഴെയും അതുപോലെ ഷെൽഫിനടുത്തൊന്നും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ വെക്കാതിരിക്കുക. അതോടൊപ്പം നമ്മൾ കാണുന്നതാണ് അവർ തുടച്ച ടിഷ്യൂ അല്ലെ. ഇനിയിപ്പോൾ കോവിഡിന്റെ ഒക്കെ കാലഘട്ടം നമ്മളൊരു വലിയ ഒരു പ്രതിസന്ധി കഴിഞ്ഞു വന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ വൃത്തിയും ശുചിത്വവും നമ്മൾ പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പം അതേപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ടിഷ്യൂസ് പലപ്പോഴും കിച്ചണുകളിൽ ചെതറി കിടക്കുന്നതായിട്ട് ഇൻസ്പെക്ഷനിൽ കാണും. അങ്ങനെ ഉണ്ടാവരുത്. ടിഷ്യൂസ് സെപ്പറേറ്റ് ആയിട്ട്, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട്, സോയിൽഡ് പ്ലേറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞ പാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം. അതുപോലെ നമ്മുടെ വാഷിംഗ് ഏരിയ 2 ദിവസത്തിലൊരിക്കൽ ബ്ലീച്ചിങ് ഉപയോഗിച്ച് ബ്ലീച്ച് ഇട്ട് തന്നെ നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മൾ കൊണ്ടുപോകണം. എന്തെങ്കിലും പൊട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം. അവിടെ ആ ഒരു പോർഷൻ നമ്മൾ വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സെർവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം വൃത്തിഹീനമായിട്ടുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ കഴുകിയിട്ട് ആ വൃത്തിഹീനമായ സ്ഥലത്ത് തന്നെ നമ്മൾ കഴുകിയ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് സാനിറ്റൈസ് ആവുമോ? ഇല്ല. അതുകൊണ്ട് കഴുകി കഴിഞ്ഞ പാത്രങ്ങൾ അതിൽ വെള്ളമെല്ലാം എന്താ പറയുക കഴിവും കമത്തി വെക്കുക. നിങ്ങൾ ബിരിയാണി കട്ടോരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, ഈ ബിരിയാണി ചെമ്പൻ ചെറിയൊരു പാത്രത്തിലാണല്ലോ ഇപ്പൊ ബിരിയാണി കലം ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അങ്ങനെ തന്നെ വെക്കും. നമ്മൾ നോക്കുമ്പോഴേക്കും പിറ്റേ ദിവസം നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. വെറും വെള്ളമല്ല, ഇടുക്കലുള്ള ഒരു ചെറിയൊരു സ്മെല്ലും നാറ്റം വമിക്കുന്ന വെള്ളമായിരിക്കും ഉണ്ടാവുന്നത്. ഇത് മതി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കമത്തി തുടച്ച് കൊടുക്കുകയാണ്. ഇത് പൂർണ്ണ രീതിയിൽ പോകുമോ എന്നുള്ളത്. അപ്പോൾ കഴിവതും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കമത്തി വെച്ച് അത് ഉണക്കി തന്നെ ആൾക്കാർക്ക് കൊടുക്കുക. ബിരിയാണിയുടെ ഒപ്പം തന്നെ നമ്മൾ ഒരിക്കലും കീടാണുക്കളെയും കൊടുക്കരുത്, അല്ലെങ്കിൽ മോശമായ ഫംഗസിനെയും നമ്മൾ കൊടുക്കരുത്. ബിരിയാണിയിലുള്ള ബിരിയാണി മാത്രം മതിയല്ലേ, വേറെ ഒരു സാധനവും നമുക്ക് അതിനകത്ത് വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഭക്ഷ്യസുരക്ഷ നമുക്ക് നമ്മുടെ ഇതിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ റിപ്പയറിങ് നിർബന്ധമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. ടൈൽസ് ഇടാൻ ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. സ്ഥാപനം വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ലാഭിക്കുന്ന സമയം മറ്റൊരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, വിനിയോഗിക്കാനും നമുക്ക് ക്രിയാത്മകമായിട്ടത് വിനിയോഗിക്കാൻ പറ്റും. എപ്പോഴും ഒരു കത്തി ഇരുന്നുകൊണ്ട് ചിലപ്പോൾ 1-2 പേര് എന്ത് ചെയ്യണം, ചുരണ്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ചിലപ്പോൾ ആ ചെടി പോകത്തുള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ
എന്താ പറയുക, നമ്മൾ എന്താ പറയുക ഏറ്റവും നല്ല ഒരു ബിഹേവിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് മാറണം, അല്ലെങ്കിൽ നാളെ ആട്ടെ നമ്മൾ വിചാരിക്കാൻ ഒരിക്കലും നമ്മുടെ സ്ഥാപനമോ നമ്മളോ മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അപ്പം മാറാനുള്ള സമയം എന്നാണ്? ഇന്നാണ്, ഇതാണ് അല്ലേ? അപ്പം ഈ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം അല്ലേ നമ്മുടെ സ്ഥാപനത്തിലും നമ്മൾ കൊടുക്കുന്ന കൺസ്യൂമേഴ്സിനും. അതുപോലെ തന്നെ ഇപ്പം ഒരു ഏറ്റവും കൂടുതൽ പിഴയിടുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിഴയിടുന്ന ഒരു ഓഫീസർ അല്ല നല്ല ഓഫീസർ അല്ലേ, ഏറ്റവും കുറവ് പിഴയിടുന്ന ഓഫീസർ ആയിരിക്കണം. കാരണം എന്താണ്, ആര് വന്ന് നോക്കി, ഇപ്പം ഞാനല്ല വേറൊരാൾ വന്ന് നോക്കിയാലും ഇനി അയാളുടെ മുകളിലുള്ള ആൾ വന്ന് നോക്കിയാലും എന്ത് കാണരുത്, പിഴയിടാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ കാണാൻ പാടില്ല. അപ്പം അപ്പോഴാണ് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം അഹോരാത്രം പണിയെടുക്കുന്നതിനൊരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ആ ഒരു ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും തന്നെയും എത്തിച്ചേരണം. ക്ലാസ്സുകൾ വെറുതെ ആവരുത്. അതിൽ നിന്നും ചെറിയതായിട്ടുള്ള ഒരു ഹോം ടേക്കിംഗ് മെസ്സേജ് നിങ്ങൾ കൊണ്ടുപോകണം. അത് കൊണ്ടുപോയാൽ മാത്രം പോരാ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മളത് പ്രാവർത്തികം ആക്കുകയും ചെയ്യണം. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ലൈസൻസിങ് ഇപ്പം ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതായത് 2 ടയർ സിസ്റ്റമാണ് ലൈസൻസിങ് എന്നുള്ളത്. അപ്പം ആദ്യം 1000 രൂപ നമ്മൾ അടയ്ക്കുക, 2000 രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ ശേഷം നിങ്ങളുടെ മൊബൈലുകൾ മെസ്സേജ് വരും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യണം. അല്ല എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 1000 രൂപ കൂടെ അടയ്ക്കാം, അല്ലെങ്കിൽ 3000 രൂപ കൂടെ 2000 രൂപ കൂടെ അടയ്ക്കാം എന്നുള്ളൊരു മെസ്സേജ് വരുന്നതിന് 15 ദിവസത്തിനുള്ളിൽ തന്നെയും നമ്മുടെ ലൈസൻസിങ് പ്രോസസ്സിംഗ് പ്രൊസീജിയർ പൂർണ്ണമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടച്ച 1000 രൂപ നമുക്ക് നഷ്ടമാവും. അപ്പം അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾ കാണുന്ന ഫോണിന്റെ വേറെ ഏതെങ്കിലും വരെ അക്ഷയക്കാരന്റെ അതുപോലെ തന്നെ കൊണ്ടുവന്ന ആളുടെ ഫോൺ നമ്പർ കൊടുക്കരുത്. നിങ്ങളുടെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 ദിവസത്തിനുള്ളിൽ തന്നെയും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത 1000 രൂപ അടയ്ക്കാൻ കഴിയത്തുള്ളൂ. അത് 15 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. അതായത് റിവേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പേര് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എനേബിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള വെള്ളം പരിശോധനയിൽ കോഡിൽ ഫോമിൽ റെഫറൻസ് ഉണ്ട്, അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും 15 ദിവസത്തിനുള്ളിൽ അത് റെഡിയാക്കി തന്നെ കൊടുക്കണം. അതില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അടച്ച 1000 രൂപ പോകും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മാനുഫാക്ചറിങ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയ് 31-നുള്ളിൽ ആനുവൽ റിട്ടേൺ ഓൺലൈനായിട്ട് തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് ഫോം, അത് ഫില്ല് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. മാനുഫാക്ചർ കൈൻഡ് ഓഫ് ബിസിനസ് ഉള്ളവർ മെയ് 31-നുള്ളിൽ നമുക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1000 രൂപ എന്നുള്ള 100 രൂപ എന്നുള്ള കണക്കിൽ നമുക്ക് ഫൈൻ വരും. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ FSSAIയുടെ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഇന്ന് തീരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ 1 മാസം മുൻപ് തന്നെ നമ്മളത് റിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള 12-ാം മാസം എന്ന് പറയുമ്പോൾ 100 രൂപ കൊടുത്ത് റിന്യൂ ചെയ്യും. ഇപ്പം അങ്ങനെയല്ല, ആ കാലാവധി കഴിയുന്ന ദിവസത്തിന് പിറ്റേ ദിവസം മുതൽ 6000 രൂപയാണ് ഫൈൻ. ഒന്ന് ശ്രദ്ധിച്ചോളണം, 6000 രൂപ നമ്മൾ ഒരു ആവശ്യമില്ലാതെയാണ്, നമ്മൾ അശ്രദ്ധ കൊണ്ട് മാത്രം നമുക്ക് പറ്റുന്ന ഫൈനാണ് ഈ 6000 രൂപയുടെ. അപ്പം 2000 രൂപ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 8000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം ആ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുക. 6 മാസം വരെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഈ 8000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നതായ ചാർജ് കൊടുത്ത് നമുക്ക് 6 മാസം വരെ അതേ സർട്ടിഫിക്കറ്റ് നമ്പറിലൂടെ നമുക്ക് റിന്യൂ ചെയ്തെടുക്കാം. അത് റിട്രോഗ്രേഡ് ആയിട്ട് നമുക്ക് അതിന്റെ വാലിഡിറ്റി കിട്ടും. പക്ഷെ ആരും വെറുതെ എന്ത് ചെയ്യേണ്ടത്, 6000 രൂപ കൊടുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ മാത്രം ഒന്ന് കൊടുത്താൽ മതി. അപ്പം അത് അങ്ങനെ ഫൈൻ അടച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് ഫൈൻ അധികമായി എന്നുള്ളത്. വേറെ കാര്യം എന്ന് പറയുന്നത്, ഈ 6 മാസത്തിലൊരിക്കലും നിങ്ങൾക്ക് പുതിയ ലൈസൻസ് എടുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഫൈൻ അടച്ച് റിന്യൂ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പം കഴിവതും സമയത്തിനുള്ള വാലിഡിറ്റിക്കുള്ളിൽ തന്നെയും അത് റിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. 5 വർഷം വരെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ 1 വർഷമായിരുന്നു 2024 ഒക്ടോബർ വരെ. അതിനുശേഷം ഒക്ടോബറിന് ശേഷം ഇപ്പം നമുക്ക് 5 വർഷം വരെ നമുക്ക് ഒറ്റ ടൈം എടുക്കാം. വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ട് അത് റിന്യൂ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.